നമസ്കാരം. നമ്മൾ കൃഷ്ണാട്ടത്തിലെ പൊയ്മുഖങ്ങളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നമ്മളൊക്കെ കഥകളിലൊക്കെ കണ്ട് പരിചിതമായ പൂതനാമോക്ഷം കഥയിൽ ലളിത ഭാവത്തിൽ നിന്നും, അതായത് സുന്ദരിയായ സ്ത്രീയിൽ നിന്നും ദുഷ്ടയായ രാക്ഷസിയിലേക്ക് മാറുന്ന ലളിത പൂതനയായി മാറുന്ന പൂതനയുടെ ഭാവമാണ് ഇപ്പോൾ ഈ പൊയ്മുഖത്തിൽ കാണുന്നത്. മറ്റൊരു പൊയ്മുഖം, സാന്ദീപനിയുടെ അടുത്തു നിന്നും വിദ്യാഭ്യാസം നേടി കൃഷ്ണൻ എന്താണ് ഗുരുദക്ഷിണ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ നഷ്ടപ്പെട്ടു പോയ മകനെ തിരിച്ചു കിട്ടണമെന്നാണ് സാന്ദീപനി ആവശ്യപ്പെട്ടത്. ആ മകനെ കൃഷ്ണൻ പോയി യമദേവന്റെ അടുത്തു നിന്നുമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ യമദേവൻ ഉപയോഗിക്കുക സാമാന്യം നല്ല ഭാരമുള്ള ഒരു പൊയ്മുഖമാണ്. ഇത് വെച്ച് ഒരു ആർട്ടിസ്റ്റ് ചെയ്യുമ്പോൾ ആ ആർട്ടിസ്റ്റിന്റെ ഒരു കഴിവും അദ്ദേഹത്തിന്റെ അധ്വാനവും നമ്മൾ മനസ്സിലാക്കണം. ഇത് യമദേവന്റെ പൊയ്മുഖമാണ്. എനിക്ക് എടുത്തിട്ട് നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. ഇനി കൃഷ്ണാട്ടം ഒരു ഭക്തിപ്രധാനമായ കാവ്യമാണ്. കൃഷ്ണാട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കൃഷ്ണഭക്തിയാണ്. ഖണ്ഡാകർണന്മാർ ശിവനാമമല്ലാതെ മറ്റൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവിയിൽ മണി കെട്ടിത്തൂക്കിയ രണ്ടുപേരാണ്. പക്ഷേ ഖണ്ഡാകർണന്മാർ ഭഗവാനെ, കൃഷ്ണനെ സ്തുതിക്കുന്ന അതിമനോഹരമായ ഒരു സ്തുതിയുണ്ട്, ഭക്തിയുടെ പ്രതീകമായ ഒരു സ്തുതിയുണ്ട് കൃഷ്ണാട്ടത്തിൽ. ഖണ്ഡാകർണന്മാർ രണ്ടുപേരാണ്, ശിവപാർഷദന്മാരാണ്. ഇവർ രണ്ടുപേരുമാണ് പിശാചരൂപികൾ ആയ ഖണ്ഡാകർണന്മാർക്ക് ഭഗവാൻ മോക്ഷം നൽകുന്ന ഒരു ഭാഗമുണ്ട്. ഇത് ഖണ്ഡാകർണന്മാരുടെ പൊയ്മുഖമാണ്. ഇനി ഏറ്റവും അവസാനം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൃഷ്ണാട്ടത്തിന്റെ ഹൃദയസ്പർശിയായ ഒരനുഭവം നമുക്ക് തരുന്ന കൃഷ്ണമുടിയാണ്. ഇത് കൃഷ്ണമുടിയുടെ ഒരു ചെറിയ മിനിയേച്ചർ ഭാഗമാണ്. വളരെ മനോഹരമായ ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. അതായത് മാനവേദൻ ജ്ഞാനിയായിരുന്നു, പൂർവഭാരത ചമ്പു പോലെയുള്ള പ്രൗഢകൃതികൾ എഴുതിയ പണ്ഡിതനായിരുന്നു, സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യം നേടിയവരായിരുന്നു. നമുക്കറിയാം, കോഴിക്കോട് സാമൂതിരിമാരെല്ലാവരും സംസ്കൃതത്തെയും അതിൻ്റെ ജ്ഞാന പാരമ്പര്യത്തെയും എന്നും ആദരിച്ചിരുന്നവരായിരുന്നു. കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദന് തൻ്റെ ഉള്ളിലുണ്ടായ അഗാധമായ കൃഷ്ണാനുഭവത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മഹാകാവ്യം രചിക്കണം എന്ന വിചാരത്തിലായിരുന്നു ഗുരുവായൂരെത്തുന്നത്. ഭഗവാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷമാകണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹം വില്ലുമംഗലം സ്വാമിയാരോട് ഭഗവാന്റെ പ്രത്യക്ഷ ദർശനം തനിക്ക് ഉണ്ടാക്കിത്തരണം എന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ മാനവേദന് ഒരു കൃഷ്ണാനുഭവം ഉണ്ടായി അത്രേ. ഭഗവാൻ തൻ്റെ മുമ്പിൽ വന്നപ്പോ, ബാലസ്വരൂപിയായി ശ്രീ ഗുരുവായൂരപ്പൻ തൻ്റെ മുന്നിൽ വന്നപ്പോ മാനവേദൻ ആ കൃഷ്ണനെ ആലിംഗനം ചെയ്തുകൊണ്ട് എൻ്റെ മുന്നിൽ നിന്ന് പോകരുത് എന്നാവശ്യപ്പെട്ടു. അപ്പോ കൃഷ്ണൻ പറഞ്ഞു, വില്ലുമംഗലം പറഞ്ഞത് ഒരു തവണ മാത്രം കാണിച്ചു കൊടുത്താൽ മതി എന്നാണ്, ഇപ്പോൾ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ നിന്ന് മറയുന്നു. പക്ഷേ എക്കാലത്തും തൻ്റെ അനുഭവം തുടർന്നുള്ള സമൂഹത്തിനും ഉണ്ടാവണം എന്ന് ഓർത്തിട്ടാകാം ഭഗവാൻ മനോഹരമായ തൻ്റെ ഒരു മയിൽപ്പീലി അവിടെ നിക്ഷേപിച്ചിട്ട് പോയത്രേ. ഈ മയിൽപ്പീലി മാനവേദൻ കയ്യിലെടുത്ത് ഈ മയിൽപ്പീലിയെ, അതിൻ്റെ അനുഭവങ്ങളെ, അതിൻ്റെ കൃഷ്ണഭാവത്തെ ഒക്കെ ഓർത്തുകൊണ്ട് ഈ മയിൽപ്പീലി ഒരു കിരീടത്തിൻ്റെ മകുടത്തിൽ വച്ച് അത് കൃഷ്ണ കിരീടമായി സങ്കല്പിച്ചുകൊണ്ട് കൃഷ്ണകഥകളെ 8 ദിവസമായി തൻ്റെ മഹാകാവ്യമായി രചിച്ചു എന്നൊരു ഐതിഹ്യമുണ്ട്. ഇന്നും വിശ്വസിക്കുന്നത് ഭഗവാന്റെ ഈ കൃഷ്ണമുടിയിൽ കൃഷ്ണ സാന്നിധ്യമുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃഷ്ണമുടിയുടെ ചിത്രം ഇവിടെ കാണാം. ഇത് കൃഷ്ണാട്ട കലാനിലയത്തിലെ സീനിയർ ആശാനായ സേതു ആശാന്റെ ചിത്രമാണ്. അതിമനോഹരമായ, ഇതും ആശാന്റെ സ്ത്രീവേഷമാണ്, ഞാൻ സാന്ദർഭികമായി പറഞ്ഞുവെന്നേ ഉള്ളൂ. സേതു ആശാന്റെ കൃഷ്ണ മുടി വെച്ചിട്ടുള്ള ചിത്രമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ക്ലാസിക്കൽ കലാരൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൃഷ്ണനാട്ടത്തെ നാം തിരിച്ചറിയുന്നത്, കൃഷ്ണാട്ടം ഒരു നല്ല അതിമനോഹരമായ രംഗവിധാനങ്ങളുള്ള, രംഗസംവിധാനങ്ങളുള്ള ഒരു ക്ലാസിക്കൽ കലയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ കൃഷ്ണാട്ടം ഒരു ഭക്തിയുടെ, ക്ഷേത്ര ഭാവങ്ങളെ നമ്മുടെ ഉള്ളിൽ, കൃഷ്ണഭാവങ്ങളെ ഉയർത്തുന്ന ഒരു ഭക്തി നൃത്ത നാടകം കൂടിയാണ്. അതുകൊണ്ട് കൃഷ്ണമുടി ശിരസിലണിഞ്ഞാൽ അവിടെ ഭഗവത് സാന്നിധ്യം ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നും കൃഷ്ണമുടി വർഷത്തിൽ ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ചിട്ടാണ് ഈ കലാകാരന്മാർക്ക് കൈമാറുന്നത്. ഇങ്ങനെ കേരളീയ രംഗവേദിയിൽ വളരെ പ്രത്യേകതകളുള്ള കൃഷ്ണനാട്ടം എന്ന സംസ്കൃതത്തിലെ നൃത്ത നാടക രൂപത്തെ പഠിതാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയാണ്.
നിരന്തരമായ അഭ്യാസത്തിലൂടെയാണ് ഒരു കൃഷ്ണാട്ട കലാകാരൻ രൂപപ്പെടുന്നത്. ഈ കല സംരക്ഷിക്കേണ്ടത്, സഹൃദയരിലേക്ക് എത്തേണ്ടത്, പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളിലേക്ക് എത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ചും ഗുരുവായൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവിലാണ് ശ്രീകൃഷ്ണ കോളേജ് ഇത്തരം കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. എല്ലാവർക്കും ഈ ആശയങ്ങൾ സശ്രദ്ധം ശ്രവിച്ചതിന് നന്ദി അറിയിക്കുന്നു.